നമസ്കാരം. വെൽക്കം ടു സേവർ എക്സോട്ടിക് വിത്ത് സരി. ആക്ച്വലി വെൽക്കം ബാക്ക്. ഒരു നല്ല ഗ്യാപ്പിന് ശേഷമാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കാൻ നിങ്ങളെ കാണാൻ എത്തിയിട്ടുള്ളത്. എൻ്റെ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് അല്ല, അതിന് ശേഷം 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ ഐ തിങ്ക് ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഐ തിങ്ക് ഐ ഷുഡ് കം ബാക്ക് ആൻഡ് ഞാൻ വിട്ട കാര്യങ്ങൾ, ഞാൻ ചെയ്ത് പകുതിയിൽ വെച്ച് നിർത്തിപ്പോയ കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന പോലെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാതെ പറ്റുന്ന പോലെ തിരിച്ചു വന്ന് ഞാനത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് നമ്മളെ ലൈഫിലുള്ള ഡിഫറൻസസ് എങ്ങനെ നമ്മളെ മാറ്റുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അത് പൊതുവേ ഞാനൊരു എക്സ്പ്രസീവ് പേഴ്സണാണ്. എനിക്ക് ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും ഫീലിങ്സ് എന്തൊക്കെയായാലും എനിക്കത് എക്സ്പ്രസ് ചെയ്യണം. അത് ചെയ്യാതിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ദിസ് ഈസ് എ മീഡിയം ഓഫ് എക്സ്പ്രഷൻ, റൈറ്റ്? സോ ഇതിൽ എല്ലാവർക്കും ഓരോരാൾക്ക്, ചിലവർക്ക് കണ്ടൻറ് ക്രിയേഷൻ ആസ് എ പ്രൊഫഷൻ ആയിരിക്കും, ചിലവർക്ക് അത് ഒരു ഹോബി ആയിരിക്കും, ചിലവർക്ക് അത് പാഷൻ ആയിരിക്കും. ഫോർ മീ ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് എക്സ്പ്രഷൻ. എനിക്ക് തോന്നുന്ന പോലെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നുള്ള തോട്ട്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യാനുള്ള അത് ഇവിടെ റെക്കോർഡാകുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ തന്നെ അത് കേൾക്കുമ്പോൾ ഐ സീ ഹൗ ഐ ഹാവ് ചേഞ്ച്ഡ് ഫ്രം ദാറ്റ് ടു ദിസ്. വി ചേഞ്ച്, വി ഇവോൾവ് എവറി സിംഗിൾ ഡേ, റൈറ്റ്? അപ്പോൾ നമ്മളത് കാണാൻ എനിക്ക് ഒരവസരം കൂടെ ഉണ്ടാവുകയാണല്ലോ. സോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, ഒന്നുകൂടി ഒന്ന് പോസ്റ്റ് ചെയ്താലോ എന്ന്. ഓക്കെ, അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ മുമ്പേ ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ വെയിറ്റ് കൂടിയതിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഞാൻ തുടങ്ങാൻ പോവുക, ഞാൻ വർക്കൗട്ട് തുടങ്ങാൻ പോവുക, എനിക്കൊന്ന് കുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വർക്കൗട്ട് ചെയ്തു, പക്ഷേ ഞാൻ റെഗുലർ ആയിരുന്നു. റെഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്കിന്ന് പറയാം. നമുക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് സ്ട്രഗിൾ ഉള്ള ഒരാൾക്ക് റെഗുലാരിറ്റി ഈസ് നോട്ട് ദ സെയിം ആസ് എ പേഴ്സൺ വിത്ത് എ സ്റ്റേബിൾ ഇമോഷണൽ ഹെൽത്ത്. അപ്പം ഐ വാസ് ഓൺ ആൻറ്റി ഡിപ്രസൻ ഫോർ ഓൾമോസ്റ്റ് 4.5 years. ഈ ലാസ്റ്റ് 1 ഇയറിൽ ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാനതൊക്കെ ആൻറ്റി ഡിപ്രസൻ ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. പക്ഷെ എനിക്കത് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. മെൻ്റൽ ഹെൽത്ത്, പലതരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, സൈക്കാട്രിക് ഇഷ്യൂസ് പലതരത്തിലുണ്ട്. അപ്പോൾ ഇൻ മൈ കേസ് മെഡിസിൻ ഈസ് നോട്ട് മൈ സൊല്യൂഷൻ. ഫോർ മീ ഇറ്റ് ഈസ് മോർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ കോസ് ഓഫ് ഇറ്റ്, ടോക്ക് അബൌട്ട് ഇറ്റ്. ആ ഒരു അപ്രോച്ച് എൻ്റെത് വേറെയാണ്. അത് എൻ്റെ തെറാപ്പിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ എനിക്ക് ലാസ്റ്റിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ എൻ്റെതായ സ്റ്റഡി നടത്തിയിട്ടും എനിക്ക് മനസ്സിലായ കാര്യം, എൻ്റെത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുക, ഫുഡിൽ ചേഞ്ചസ് വരുത്തുക, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക. ഈ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കഠിനമായിട്ടുള്ള റൂട്ടീനും കഠിനമായിട്ടുള്ള ഡയറ്റും പിന്നെ ഭയങ്കര 10 മണിക്ക് ഉറങ്ങും 5 മണിക്ക് എഴുന്നേൽക്കും അങ്ങനെയുള്ള അങ്ങനെയൊന്നും അതന്നെ ഡിസിപ്ലിൻ, അതിന് മാത്രമേ വിളിക്കാവൂ എന്നൊന്നും നിർബന്ധമില്ല. ഇപ്പം നമുക്കൊരു 11:30-12 മണി ആവാതെ ഒന്നും സ്ക്രോളൊന്നും ചെയ്യാതെ ഒന്നും ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ നമ്മളത് ചെയ്യും. പക്ഷെ ആ ചെയ്യുന്നതിന് ഒരു ചെറിയ മാറ്റങ്ങൾ, ഇപ്പം നമുക്കത് സ്ക്രോൾ ചെയ്യണമെന്ന് ഭയങ്കര ഇങ്ങനെ, ഇപ്പം എൻ്റെ ഒരു മാറ്റം ഞാൻ വരുത്തിയെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമും ലോങ് വീഡിയോസും തമ്മിലുള്ള വ്യത്യാസം. അതിൽ ഞാൻ ഇൻസ്റ്റഗ്രാം വീഡിയോസ് കാണുമ്പോൾ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ്, എനിക്ക് അതെന്നെ ഇമോഷണലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം വി ആർ ലുക്കിംഗ് അറ്റ് പീപ്പിൾ ഹൂ വി നോ പേഴ്സണലി. അവരുടെ പോസ്റ്റ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, അതൊക്കെ നമ്മളിങ്ങനെ ആവശ്യമില്ലാണ്ടും ആവശ്യമുണ്ടായിട്ടും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ
അതിന് നമുക്കത് അവരോട് നല്ല ഫീലിങ്സ് ആവാം. ഒരു ചിലപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിങ്ങും ചില സമയത്ത് ഉണ്ടാവാം. നമ്മളോട് എനിക്ക് ആ ഫ്രണ്ട് എന്നോട് മിണ്ടിയില്ലല്ലോ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ ഉണ്ടാവാം അല്ലേ. അപ്പം വെറുതെ അവരുടെ പോസ്റ്റ് ഇങ്ങനെ കാണും, അവരുടെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ പേഴ്സണൽ സാധനം കാണും. അപ്പോൾ അത് നമ്മൾ ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫോൺ അഡിക്ഷൻ ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തത് വെച്ചാൽ, എനിക്ക് ലോങ് വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഐ വാച്ച് എ ലോട്ട് ഓഫ് മൂവീസ്. ഇഷ്ടമുള്ള മൂവീസ് ഇരുന്ന് കാണാം. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ക്രിയേറ്റീവ്. ഒരാളുടെ ക്രിയേറ്റീവ് വർക്ക് കാണുന്നതാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫ് കാണുന്നതിലും നമുക്ക് ഉപകാരപ്രദവും കൂടി അത് തന്നെയാണല്ലോ. അപ്പോൾ എനിക്കിത് ഈ ഒരു മാറ്റം എനിക്ക് ഹെൽപ്ഫുള്ളായി തോന്നി, എൻ്റെ ഒരു നെർവസ് സിസ്റ്റം ഇമോഷണൽ റെഗുലേഷന്. ഓക്കെ, അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ സ്ക്രോളിങ് ഒരു ഭയങ്കര വലിയൊരു ഫാക്ടറായി മാറി നമ്മുടെ ലൈഫിലല്ലേ. അപ്പോൾ അതിന് നമ്മൾ സ്മാർട്ടായിട്ട് എങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടോട്ട് ചാടി നമ്മളുടെ ഹെൽത്തിനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഒരിത്തിരി വ്യത്യാസം വരുത്തിയിട്ട് നമ്മളെ അത്രയധികം ഹാനികരമായി ബാധിക്കാതെ പിന്നെയും ആ ഒരു രസം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു അപ്രോച്ച് അത് എനിക്ക് ഹെൽപ്ഫുള്ളായി തോന്നി കേട്ടോ. പിന്നെ വർക്കൗട്ട് ഞാൻ അന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാനൊരു 84 കിലോസ് ഉണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ ഡബിൾ ചിന്നൊക്കെ ഭയങ്കരമായിട്ട് വന്ന് എനിക്ക് നടക്കുമ്പം തന്നെ ഇങ്ങനെ ശ്വാസം മുട്ടുമായിരുന്നു, ഒന്നും വയ്യ. അതിൻ്റെ കൂടെ എനിക്ക് ഡിപ്രഷനുള്ള ഒരു സമയത്ത് നമുക്ക് വയ്യ, തീരെ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത്. അത് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ തലയിൽ മാത്രം ഇരിക്കുന്ന സാധനമല്ല. ഇറ്റ് അഫക്ട്സ് യുവർ എൻറ്റയർ ബോഡി, എൻറ്റയർ എനർജി സിസ്റ്റം. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, വർക്കൗട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വർഷത്തിൽ ഞാൻ ജിമ്മ് ജോയിൻ ചെയ്തിട്ട് ത്രൈസ് എ വീക്ക് ഞാൻ വർക്കൗട്ട് ചെയ്തു. ത്രൈസ് എ വീക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ടു ബി ഓണസ്റ്റ് ബാക്കി ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം വർക്കൗട്ട് ചെയ്താൽ ബാക്കി 4 ദിവസം ഭയങ്കരമായിട്ട് ഞാൻ ബാക്കി വർക്കൗട്ട് ചെയ്തു, നടന്നു, ചാടി, ഓടി, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കാൻ പോകും. എൻ്റെ പീനട്ടിനെ എൻ്റെ ഡോഗിനെയും കൊണ്ട് എനിക്ക് ഡെയിലി നടക്കാൻ പോകണം. അപ്പോൾ ആ നടക്കാൻ പോകും, ഒരു 4-5K ഒക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം കൂടുതൽ കുടിച്ചു കേട്ടോ. വെള്ളം കൂടുതൽ കുടിച്ചു, ഒരു 2 ലിറ്റേഴ്സ് അത് തന്നെ എൻ്റെ കൂടുതലാണ്. 3 ലിറ്റേഴ്സൊക്കെ കുടിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാത്തിൻ്റെയും 100% അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു പകുതിയെങ്കിലും അച്ചീവ് ചെയ്താൽ ഇത്രയെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും എനർജിയിൽ. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് വെയിറ്റ് ട്രാൻസ്ഫർമേഷനൊന്നും നടത്തിയിട്ടില്ല, അതല്ല ഞാനിവിടെ സംസാരിക്കുന്നതും. 84 കിലോസിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു 73-ലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 73 എന്ന് പറയുന്നത് ഒരു ബോഡി വെയിറ്റ് ആണ്. ഈ ബോഡി വെയിറ്റിൽ ഫാറ്റ് പെർസെൻറ്റേജും മസിൽ മാസ് പെർസെൻറ്റേജും ഒക്കെ ഉണ്ടല്ലോ. BMI അറിയുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ 84 കിലോ ഉള്ള സമയത്ത് എൻ്റെ ബോഡിയിൽ കൂടുതലും വാട്ടർ റിട്ടൻഷനും പിന്നെ നമ്മൾ ഈ ലേറ്റ് നൈറ്റ് ക്രേവിങ്സ്, നമ്മുടെ ഇമോഷൻ കയ്യിൽ നിന്ന് പോകുമ്പോൾ സം പീപ്പിൾ ട്രൈ ടു ഈറ്റ് ആൻഡ് കിൽ ഇറ്റ്. ആ ഒരു പ്രശ്നം എനിക്കുണ്ട്. അത് കംപ്ലീറ്റ്ലി ഒന്നും പോയിട്ടൊന്നുമില്ല. സം ടൈംസ് ഇറ്റ് കംസ് ബാക്ക്. ഞാൻ അങ്ങനെയൊക്കെ ഭക്ഷണം ഇപ്പോഴും കഴിക്കുന്നുണ്ട്, പക്ഷേ നോട്ട് ദാറ്റ് റെഗുലർലി. ഞാനിപ്പോൾ എന്താ നോക്കുന്നത് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് അല്ല, അത് മെല്ലെ മെല്ലെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന സത്യം ആണ് ഞാനിപ്പോൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ട് നമുക്ക് വലിയത്തിലേക്ക് എത്താം. അപ്പോൾ ഈ വർക്കൗട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 3 days എ വീക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ഇറ്റ് സെൽഫ് ക്യാൻ ചേഞ്ച് യുവർ ബോഡി. പിന്നെ ഫുഡിൻ്റെ ഞാനൊരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് 3 months കോഴ്സല്ല, 3 months ഞാൻ അവരുടെ ക്ലയൻറ്റായി. എന്നിട്ട് അവരെനിക്ക് എങ്ങനെയാണ് പ്ലേറ്റിംഗ് ചെയ്യേണ്ടത്, അത് നമ്മളിപ്പോൾ ഓരോ മീൽ കഴിക്കുമ്പോൾ അത് അവർക്ക് അയച്ചു കൊടുക്കണം. അത് എന്നിട്ട് എങ്ങനെയാണെന്ന് പറയണം.
സോ അപ്പം എനിക്ക് ആദ്യമൊക്കെ അവർ മാക്രോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇത്ര ഗ്രാം ചോറ്, ഇത്ര ഗ്രാം ചിക്കൻ. അത് ഞാൻ ഈ 3 മാസം ചെയ്തിട്ട് ഞാൻ ആകെ 2 കിലോ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന ക്വാണ്ടിറ്റി എനിക്ക് ഇനഫാണ്. ആ സമയത്ത് അത് എനിക്ക് ആക്ച്വലി വയറ് ഫുള്ള് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെയും ഐ വാസ് സ്ട്രഗ്ലിങ് വിത്ത് ഡിപ്രഷനോ. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പെട്ടെന്ന് ഭയങ്കരമായിട്ട് ലോ ഫീൽ ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, ഞാൻ വേഗം എന്തെങ്കിലും നല്ല സ്വീറ്റ് ആയിട്ടുള്ള സാധനം കഴിക്കും. ഹൽവ ഉണ്ടാക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. ഹൽവ കഴിക്കും, അതിൽ നല്ല നെയ്യും ഷുഗറും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു സമാധാനം കിട്ടുന്നവരെ ഇങ്ങനെ കഴിച്ചു എന്ന് വെച്ചാൽ 1-2 സ്പൂണൊന്നും അല്ല, നല്ല നിറച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതൊരു 1200 കാലറീസ് അങ്ങനെ അങ്ങ് കഴിക്കുമ്പോൾ നമ്മൾ ഇത് ഫോളോ ചെയ്താലും വലിയ വ്യത്യാസം വരില്ല. കാരണം ടോട്ടൽ കാലറീസ് എന്തായാലും ഡബിളും അതിൻ്റെ മേലേക്ക് ആയി പോവുമല്ലോ. അപ്പോൾ പക്ഷേ അതിലൊരു ഗുണം എന്ത് സംഭവിച്ചു എന്നറിയോ? ഞാൻ എങ്ങനെയാണ് ഹെൽത്തി ഈറ്റിംഗ് ചെയ്യണ്ടേ എന്ന് ഞാൻ പഠിച്ചു. തിയററ്റിക്കലി പഠിച്ചു. പ്രാക്ടിക്കലി അത് ഫോളോ ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് പറ്റുന്നില്ല. പക്ഷേ തിയററ്റിക്കലി ഐ ലേൺ ദാറ്റ്. ഓക്കെ, ദാറ്റ് ലേണിംഗ് കെയിം ടു മീ ആ സമയത്ത്. പിന്നെ ഈ 3 months കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പൈസ കൊടുത്ത് വയ്യാന്ന് പറഞ്ഞ് ഞാൻ അത് വിട്ടു. എന്നിട്ടൊരു 2 മാസം ഞാൻ പിന്നെ തോന്നിയതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഈ പോയതൊക്കെ പിന്നെയും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വാട്ട് ഷീ ടോട്ട് മീ അത് ഞാൻ പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങി. ലൈക്ക് മോർ ഫൈബർ, ഒരുപാട് നല്ല ചോറെടുക്കുന്ന പോലെ നമ്മൾ വെജിറ്റബിൾസ് എടുക്കുക, പ്രോട്ടീൻ സോഴ്സ്, പിന്നെ കുറച്ച് കാബ്സ്. നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കാബ്സ് കുറക്കാൻ പറ്റുന്നവരുണ്ടാവും, എനിക്കത്ര അധികം പറ്റാറില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാനിപ്പം പണ്ട് പുട്ടും കടലയോ കഴിച്ചിരുന്നെങ്കിൽ ഞാൻ അത് ഫ്രൂട്ട് ആൻഡ് എഗ്ഗായി. ഫ്രൂട്ട്, എഗ്ഗ്, പിന്നെ ഒരു ചെറിയ സാലഡ്, ഒരു കക്കിരിക്ക, ഒരു ക്യാരറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തുടങ്ങി. ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. പിന്നെ ചായ കുടിക്കുമ്പോൾ, വെറുതെ ചായ കുടിക്കുമ്പോൾ നമ്മൾ ഇൻസുലിൻ സ്പൈക്ക് ആവുകയാണ്. അപ്പോൾ ആ ഷുഗറിനെ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഗുഡ് ഫാറ്റ് ലൈക്ക് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഇത്തിരി കഴിച്ചാൽ ആ ഇൻസുലിൻ സ്പൈക്ക് നമുക്ക് ഇത്തിരി കുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഫോളോ ചെയ്തു. സോ ഇത് ഇപ്പം ഞാൻ പറയുന്നത് ന്യൂട്രീഷൻ്റെ അതൊരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓരോരോ കാര്യം പഠിക്കാൻ വേണ്ടി ചെല്ലും. പക്ഷെ ആ സമയത്ത് നമുക്ക് പഠിച്ചിട്ട് അതിൽ വിദ്വാനാവാനൊന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. ലൈക്ക് എങ്ങനെ കഴിക്കണം, ശരിക്കുള്ള കഴിക്കാനുള്ള വിധം എന്താണ് എന്ന് ഞാൻ പഠിച്ചു. അത് ഈ കഴിഞ്ഞ ഒരു 4-5 മാസത്തിൽ എനിക്കത് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തപ്പം എൻ്റെ 10 കിലോ പോയി. എനിക്ക് ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, ഈവൻ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആയി. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലർ ഉണ്ടാവുമല്ലോ, ഞാനെന്നാൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ലോ ആയിട്ടാണ് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, ഓ മൈ ഗോഡ് ഹൗ ലോ ഐ വാസ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അതുപോലെ വീഡിയോസ് അതുപോലെ എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോപ്പ്ലെസ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ സമയവും ഒരുപോലെ ലോ ആയിരിക്കില്ല. നമുക്ക് അതിന്ന് നമ്മൾ തോന്നും ഒരിക്കലും ഇതിൽ നിന്ന് ഇനി പുറത്തു വരാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് വിൽ ചേഞ്ച്. നമ്മൾ പേഷ്യൻ്റായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്വന്തം കാര്യം നോക്കൽ, നമ്മുടെ കുളി, ജപം, ഫുഡ്, നമ്മുടെ ഈ ശരീരം, ഇതിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുക. ഇതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഫുൾ പൊട്ടൻഷ്യൽ ചെയ്തില്ലെങ്കിലും ഒരു 40% ഡിസിപ്ലിൻ ഈസ് സേവിങ് മീ, ടു ബി ഓണസ്റ്റ്. ഞാൻ ഒരിക്കലും ഒരു 100% ഡിസിപ്ലിൻ ഞാൻ സെറ്റ് ചെയ്തതിലേക്കൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതങ്ങനെ എത്തണമെന്ന് നിർബന്ധവുമില്ല. പക്ഷേ നമുക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വരുന്നത് തന്നെ ഒരു പ്രോഗ്രസ്സാണ്. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ എനിക്കങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ എന്താണ് ഫുഡിൻ്റെ ഒരു റൂട്ടീൻ, പിന്നെ ഇനി വരുന്ന മാസങ്ങളിലുള്ള ഡിസിപ്ലിൻ എന്ത് മാറ്റമാണ് വരുത്താൻ പോണത്, അതും നോക്കാമല്ലോ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം നമുക്ക് ചെയ്യാമല്ലോ.
പിന്നെ ഈ ലാസ്റ്റ് 1 ഇയറിൽ ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ, അതിൽ ഞാൻ ഇതോ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് കാംനെസ് ഉള്ള സമയത്തൊന്നും അല്ല കേട്ടോ. ഞാൻ കാംനെസ് കണ്ടുപിടിക്കാൻ ഉള്ള ശ്രമത്തിലൂടെ ഞാൻ ചെയ്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്ന് ഞാൻ സൊമാറ്റിക് മൂവ്മെൻറ്റ് ഗൈഡിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തു. കാരണം നമ്മുടെ സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ യൂസിങ് ദ ബോഡി. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ നമ്മളെങ്ങനെ ബോഡി മൈൻഡ് കണക്ഷൻ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തു. അതിൻ്റെ വർക്ക്ഷോപ്സ് ബാംഗ്ലൂരിൽ കണ്ടക്ട് ചെയ്തു. പിന്നെ മോഹിനിയാട്ടം ജോയിൻ ചെയ്തു. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 14-15 വയസ്സ് വരെ ക്ലാസിക്കൽ ഡാൻസ് ചെയ്തു. പിന്നെ അറിയാലോ 10ാം ക്ലാസ് ആയപ്പം പഠിപ്പ് എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെ 1-2 സ്റ്റേജ് എന്തെങ്കിലും ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മളിപ്പം അടുത്ത കാലം വരെയും ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഈ സ്റ്റേജ് ഷോസൊക്കെ ഓണം വിഷുവിനൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലാസിക്കലായിട്ട് ഞാൻ ആ പഠിപ്പ് വിട്ടതാണ്. പക്ഷെ ഇപ്പം നല്ലൊരു ഗുരുവിനെ കിട്ടി, ഒരു സുഹൃത്തും കൂടെയാണ് അവൾ. അപ്പോൾ ആ ഒരു കംഫർട്ട് ലെവൽ, ഷീ അണ്ടർസ്റ്റാൻഡ്സ് നമ്മളെ ഒരു വേവ് ലെങ്ത് മാച്ച് ചെയ്യുന്ന ഒരാൾ, ഒരു വുമൺ ഹൂ ഇസ് എസ്പെഷ്യലി ഇൻ ഹെർ ലേറ്റ് 40s, മിഡ് 40s, 45 കഴിഞ്ഞ് ഇപ്പോൾ 46-ലായി, അപ്പം മിഡാണല്ലോ. അപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും അധികം ആവശ്യമുള്ളത്. നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് എനിക്ക് മറ്റേ ശോഭനയോ ഇതൊന്നും എന്താ പറയുക, ആശാശരത്തോ അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. അതല്ല എൻ്റെ ഉദ്ദേശം. പക്ഷേ ഇതിലെനിക്ക് ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് പോയതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ ആ പഠിപ്പിക്കുന്നത് ഒബ്സർവ് ഒക്കെ ചെയ്ത്, ദെൻ ഷീ മെയ്ഡ് മീ അണ്ടർസ്റ്റാൻഡ് നമ്മൾ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് കാംസ് ദ മൈൻഡ്. ആ ഒരു സ്ലോ ഗതികളില്ലേ, നമ്മുടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതൊരു കലയും ഏതൊരു ആക്ടിവിറ്റിയും നമ്മൾ എപ്പോഴും ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഡാൻസിന് തന്നെ പോകണമെന്നൊന്നുമില്ല. ചിലവർക്ക് സ്പോർട്സ് ആവാം, ചിലർക്ക് വാക്കിംഗ് ആവാം. ഒരു ചിലവില്ലാത്ത കാര്യമാണ് വാക്കിംഗ്, അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബോഡി ഉപയോഗിച്ചിട്ട് മൈൻഡിലേട്ടുള്ള കണക്ഷൻ, മൈൻഡ് ബോഡി കണക്ഷൻ, അത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയല്ലേ, 18 മിനിറ്റ് ആയി. നാളെ രാവിലെ ഞാൻ ജിമ്മിൽ പോകുമ്പോഴുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിക്കാം. പിന്നെ കുറച്ച് വിശേഷങ്ങളും കാണിച്ചിട്ട് ഇന്ന് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോസ് മുതൽ നമുക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് വർക്കൗട്ടൊക്കെ ചെയ്തു തുടങ്ങാം, അല്ലേ? പിന്നെ ഞാനൊരു നോനീഷ് പേഴ്സൺ ആണ്. എനിക്ക് പല കാര്യങ്ങളും ഇഷ്ടമാണെങ്കിലും ഒരു നീഷ്, വാട്ട്സ് യുവർ നീഷ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ഫോർ മീ. എനിക്ക് ഒരാളൊക്കെ ഞാനിങ്ങനെ ഐ അഡ്മയർ പീപ്പിൾ ഹൂ ക്യാൻ ഡു വൺ തിങ് ഫോർ ഇയേഴ്സ്. എനിക്കത് ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് ശ്രമിച്ചു, എനിക്കത് പറ്റുന്നില്ല. അപ്പോൾ ആദ്യം ഞാനതിനെ എൻ്റെ ഒരു വീക്ക്നെസ്സായി കണ്ടു. പക്ഷെ ഇപ്പം ഞാനതിനെ എൻ്റെ സ്ട്രെങ്ത് ആയിട്ടാണ് കാണുന്നത്. നോ നീഷ് doesn't mean you don't have any niche. You have many. So that is okay. That is a positive thing. And I like it about myself. അപ്പോൾ നമുക്ക് നോക്കാം. മുന്നിലോട്ട് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നാളെ രാവിലത്തെ ജിം വിശേഷങ്ങളിലേക്ക് കിടക്കാം.
വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ ജിമ്മിലേക്ക് പോവാണ്. 8 hours സ്ലീപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 10 മണിക്കൂറെല്ലാം ഉറങ്ങിയാൽ ഒരു കണ്ണ് മര്യാദക്ക് തെളിയുള്ളൂ. പക്ഷേ 10 എല്ലാ ദിവസവും കിട്ടൂലല്ലോ. അപ്പം ഇന്നൊരു 8 hours മിനിമം നമ്മൾ ഉറങ്ങിയാൽ നല്ലതായിരിക്കും. അവിടെ ഞാൻ യൂഷ്വലി ആഴ്ചക്ക് 3 പ്രാവശ്യം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. അതിന് ശേഷം ഒരു 1 hour സ്ട്രെങ്ത് ട്രെയിനിങ്, പിന്നെ ഒരു 15 minutes കാർഡിയോ. അത് മെല്ലെ മെല്ലെ എനിക്ക് കൂട്ടണമെന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞല്ലോ, കുറച്ച് കാലമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ കുറച്ച് കാർഡിയോ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 25 minutes ചെയ്യാം അല്ലേ. അവിടെ നിന്നുള്ള വീഡിയോസ് എനിക്ക് ഭയങ്കര ചമ്മലുണ്ട് അവിടുന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ. പക്ഷേ ഐ ഡു ദാറ്റ്. കുറച്ചൊക്കെ എടുക്കാം അല്ലേ. ശരി, നമുക്ക് ജിമ്മിലേക്ക് പോവാം. നമുക്ക് ആദ്യം സ്ട്രെച്ചിങ് ചെയ്തിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് പോവാം. അത് കഴിഞ്ഞ് കാർഡിയോ.
ഇന്നത്തെ വർക്കൗട്ട് ഈസ് ഓവർ. ഇനി ഞാൻ വീട്ടിലോട്ട് പോവും, ഫുഡ് കഴിക്കും. ആ ഒരു നട്ട്സ് ആൻഡ് കുറച്ച് ഡ്രൈ ബ്ലൂബെറീസ് ആയിരുന്നു. അതെൻ്റെ വർക്കൗട്ടിനിടയ്ക്ക് ഞാൻ എം ടി സ്റ്റമക്കാണ് വന്നത്. അപ്പോൾ ഇടയ്ക്ക് കാർഡിയോക്ക് മുമ്പേ ഐ നീഡ് സം എനർജി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. സോ ഐ ക്യാരി ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ നമ്മൾ, ഇഫ് യു ആർ റിയലി ഇൻ ടു ടേക്കിംഗ് കെയർ, മേക്കിംഗ് എ ചേഞ്ച്, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ആസ് ഐ സെഡ്, 100% ഡിസിപ്ലിൻ അല്ലെങ്കിലും ഒരു 40% ഡിസിപ്ലിൻ ഓൾസോ ക്യാൻ കീപ്പ് us ഗോയിങ്. ഞാൻ അടുക്കള കയറി കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ കാവലിരിക്കും, എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ആളാണിത്. എനിക്ക് രാവിലെ തന്നെ കുക്കുംബർ കഴിക്കാൻ തീരെ ഇഷ്ടമില്ല. പക്ഷെ അത് ഞാൻ എൻ്റെ റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ്, അല്ലെങ്കിൽ ലഞ്ചിനും ഡിന്നറിനും ഒരു 1 ഫുൾ കുക്കുംബർ കഴിക്കാൻ പറ്റും. കാരണം നമ്മൾ ചിക്കൻ്റെ കൂടെയോ ഫിഷിൻ്റെ കൂടെയോ പരിപ്പിൻ്റെ കൂടെയോ ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ രാവിലെ തന്നെ ചായ കുടിച്ച് ശീലിച്ചവർക്ക്, രാവിലെ തന്നെ ചായ കുടിച്ചിട്ടായിരുന്നല്ലോ ശീലം, അപ്പോൾ അത് മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇപ്പോഴും എനിക്ക് ചില ദിവസങ്ങളിൽ ഞാൻ ചായ കുടിക്കും, രാവിലെ എഴുന്നേക്കും ഞാൻ ചായ കുടിക്കും. സന്തോഷവും കൂടെ നമുക്ക് ആവശ്യമാണല്ലോ. നമ്മൾ പെട്ടെന്ന് കണ്ടീഷനിങ് ആയ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ്ലി നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചായ കുടിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇമോഷണൽ ചായ ഉണ്ടല്ലോ ഫാമിലിയിൽ, ഇപ്പം ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു ചായ കുടിക്കുന്നത്, അത് ചായനേക്കാളും ഇത് ഇമ്പോർട്ടൻറ്റ് നമ്മളെ ഒരു ഇത്രയും കൊല്ലം ഒന്നിച്ച് ചായ കുടിച്ചതിൻ്റെ ആ ഒരു ഫീലുണ്ടല്ലോ, അപ്പം നമ്മൾ കുടിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ശ്രമിക്കും. സോ ലഞ്ച് നമ്മൾ കഴിക്കുമ്പോൾ പ്രോട്ടീൻ, കാർബ്, പിന്നെ നമ്മുടെ സാലഡ്, കുറച്ച് ക്യാരറ്റും കുക്കുംബറും ഫൈബർ വന്നു, അതിൻ്റെ കൂടെ പ്രോബയോട്ടിക്, കുറച്ച് തൈര്, പിന്നെ വെജിറ്റബിൾസ് എത്ര കഴിക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. വിശക്കുമ്പോൾ എത്രത്തോളം വെജിറ്റബിൾസ് കഴിച്ച് വയറ് നിറച്ചാൽ നമുക്കത് ലോങ് ടൈം വിശക്കൂല ആൻഡ് ഫില്ലിങ് ആയിരിക്കും. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഡിന്നറിന് ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. റൈസിന് പകരം ചിലപ്പോൾ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ 2 ചപ്പാത്തി, ചിക്കന് പകരം ഫിഷ് അല്ലെങ്കിൽ പരിപ്പോ ചോലയോ രാജ്മയോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ നമ്മൾ ഓരോരോ പ്രോട്ടീൻ സോഴ്സും ഫൈബറൊക്കെ ആയിട്ട് അങ്ങ് കഴിച്ചാൽ മതി. ഞാൻ നാളെ തിരുവനന്തപുരത്തേക്കൊന്ന് പോയിട്ട് വരേണേ. എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ മോഹിനിയാട്ടം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം അത് അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഇതുണ്ട് എൻ്റെ ചെലങ്ക പൗച്ച. പണ്ട് സ്കൂളിൽ നിന്ന് അയച്ചു വെച്ച ചെലങ്ക ഞാൻ രണ്ടാമത് പിന്നെയും കെട്ടുകയാണ് ഗൈസ്. ഇത് കൊണ്ടയുടെ സാധനം വട. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ എൻ്റെ പാക്കിങ് തുടങ്ങാൻ പോവാ. പാക്കിങ് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ പോകണം. നാളെ ട്രിവാൻഡ്രത്തേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഞങ്ങൾ 4 പേരാണ് ആക്ച്വലി. ഒന്ന് ഗുരുവാണ്, ബാക്കി 3 പേരും നമ്മൾ 4 പേര് കൂടെയുള്ള ഒരു ഗ്രൂപ്പ് പെർഫോമൻസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വി ആർ ട്രാവലിംഗ് ടുഗെദർ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നാളെ ഏതായാലും ഉണ്ടല്ലോ, നാളെ നമുക്ക് നാളത്തെ വിശേഷങ്ങൾ ചെയ്യാം. ബസ് കയറിയിട്ട് ഓഫ് ചെയ്യാം അല്ലേ നാളത്തെ വീഡിയോ. ദാറ്റ്സ് ദ പ്ലാൻ. ഓക്കെ, സീ യു ഗൈസ്, ബൈ.